ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഞാൻ നേഴ്സിംഗ് പഠിച്ചതാണ്. നേഴ്സിംഗ് പഠിച്ച എൻ്റെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ അവിടെ 2 ഹോസ്പിറ്റലിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് ഞാൻ വിദേശത്തേക്ക് പോകുവാൻ പാസ്പോർട്ടൊക്കെ എടുത്ത് കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഒരുങ്ങിയതാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളി കേട്ട് സമർപ്പിക്കുവാനിടയായത്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഹല്ലേലൂയ, സുവിശേഷ വേല എന്നുള്ളത് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഹിതമായിരുന്നത് കൊണ്ട് സ്തോത്രം, കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങുവാനിടയായിരുന്നു. എൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബം വലിയൊരു കുടുംബമാണ്. 11 മക്കൾ ഞങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണെങ്കിൽ എനിക്കൊരിക്കലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ജോലിക്ക് പോയി എൻ്റെ മരണം വരെ ജോലി ചെയ്താലും എന്ത് ചെയ്യത്തില്ല, മതിയാകില്ല. പക്ഷേ അതൊന്നും നോക്കിയില്ല. വിളിച്ച കർത്താവിന്റെ വിളി കേട്ട് ആമേൻ, എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിച്ചും കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ആദ്യമായി ജോലിക്ക് പോകാൻ എനിക്ക് ചാൻസ് വന്നത് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ്. ആ രാജ്യത്തിലേക്ക് തന്നെ ഞാൻ ആദ്യമായി സുവിശേഷവുമായി കടന്നുപോയത്. ഹല്ലേലൂയ. ആദ്യം ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ഫ്രീ വിസയിൽ തന്നെയാണ് ഞാൻ കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. 3 മാസം ഞാൻ ആദ്യം അവിടെ ആ രാജ്യത്തിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കർത്താവ് എന്നെ ആ രാജ്യത്തേക്ക് അയച്ചു. 2 മാസം പിന്നെയും കർത്താവിന്റെ വേല ഞാൻ ആ രാജ്യത്ത് ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഹല്ലേലൂയ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? സ്തോത്രം, കർത്താവ് ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ സ്തോത്ര, ഹല്ലേലൂയ, കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായി നമ്മൾ സമർപ്പിച്ചാൽ കർത്താവ് നമ്മളെ മാനിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുവാണ്, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. 2025 ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആമേൻ. എന്താണ്? ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാർക്കും അടച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ഹല്ലേലൂയ അതാർക്കും അടച്ചുകൂടാ, അതാർക്കും അടച്ചുകൂടാ. സർവശക്തനാണോ വാതിൽ തുറന്നു തന്നത്? സർവശക്തനാണോ നിനക്ക് വേണ്ടി തന്റെ കരം നീട്ടിയത്? പ്രിയ ദൈവ പൈതലേ, അതാർക്കും അടച്ചുകൂടാ. ദൈവം തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. സർവശക്തന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പൽക്കാല ദൈവസന്നിധിയിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ പിന്നെ എത്ര വലിയ ചക്രവർത്തി വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നെന്ന് പറഞ്ഞാലും അതടയ്ക്കാൻ സാധ്യമല്ല, അതടയ്ക്കാൻ സാധ്യമല്ല. ഏതെല്ലാം പ്രവർത്തികൾ അതിന്റെ പിന്നിൽ വ്യാപരിച്ചാലും, ഏതെല്ലാം ഗൂഢാലോചനകൾ കടന്നു വന്നാലും, ദൈവദാസിയെ, നിനക്കെതിരായിട്ട് ഏതെല്ലാം ശക്തികൾ എഴുന്നേറ്റാലും സർവശക്തൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ, സർവശക്തന്റെ കരം പ്രവർത്തിച്ചാൽ അതാർക്കും അടയ്ക്കാൻ സാധ്യമല്ല. ഇന്ന് പാൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, സ്വർഗം തുറന്നിട്ടുള്ള വാതിലുകളൊന്നും ഇതുവരെ അടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. മഗ്ദലക്കാരി മറിയയും തൻ്റെ കൂട്ടുകാരികളും കൂടെ ചേർന്ന് രാത്രി മുഴുവൻ വലിയ ഒരുക്കത്തിലായിരുന്നു. എന്താണ്? സുഗന്ധവർഗം ഒരുക്കുക.
കൂട്ട് തയ്യാറാക്കുക. എന്തിനു വേണ്ടിയാണ്? ഡെഡ് ബോഡിയിൽ ഒന്ന് പൂശാനല്ലേ? കർത്താവിന്റെ ഡെഡ് ബോഡിയിൽ ഒന്ന് പൂശിയാൽ മതി. സ്തോത്ര, ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ പോകുമ്പോൾ മർക്കോസ് 16:3 പറയുന്നു, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് വലിയൊരു തിടുക്കമാ. ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആര് നമ്മളെ അവിടെ സഹായിക്കും? കാരണം സഹോദരന്മാരും ശിഷ്യന്മാരും എല്ലാം പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. യഹൂദന്മാരെ ഭയപ്പെട്ടിരിക്കുന്നു, റോമ പടയാളികളെ ഭയപ്പെട്ടിരിക്കുന്നു. അവർക്ക് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരായിരിക്കുന്നു. ആരെ സഹായിക്കാൻ വിളിക്കുമെന്ന്? ആരെയും വിളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. നേരം വെളുക്കുന്നതിന് മുൻപേ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ ഓടി. അവർ കല്ലറയ്ക്കലേക്ക് ഓടുകയാണ്. ആള് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ അവർ ഓടുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് അങ്ങനെ ഓടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. നേരം വെളുക്കുമ്പോൾ, ആമേ, പ്രഭാതയാമമാകുമ്പോൾ, ആമേ, ഇരുട്ടുള്ളപ്പോൾ തന്നെ എത്ര പേർക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് ആമേൻ ഒന്ന് പാടി സ്തുതിക്കുവാൻ, ഒന്ന് ആരാധിക്കുവാൻ, ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, അവന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഓടുവാൻ. ദൈവമൈതലേ, അങ്ങനെ ഓടി അവർക്ക് വേണ്ടി, ഓടുവർക്ക് വേണ്ടി കർത്താവ് തന്റെ ദൂതനെ ഇറക്കും. പ്രൈസ് ദി ലോർഡ്. അവർ ചോദിക്കും, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആരാണ് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നത്? ആർക്ക് കടന്നു വരാൻ സാധിക്കും ആ തോട്ടത്തിൽ? ഹല്ലേലൂയ, ആമേൻ. ആ തോട്ടത്തിൽ അങ്ങനെ സാധാരണ ആരും വരുന്ന തോട്ടമല്ല. നമുക്കറിയാം ആ തോട്ടം ആരുടേതാണ്? ആരുടെ തോട്ടമാണത്? അരിമത്യക്കാരനായ യോസഫിന്റെ തോട്ടമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ. ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്, യെരൂശലേമിൽ 3 വലിയ ധനവാന്മാരാണ്, അറിയപ്പെട്ട 3 ധനവാന്മാരാണുള്ളത്. അതിൽ ഒരു ധനവാനായിരുന്നു ആര്? ഈ യോസഫ്. ആമേൻ. യെരൂശലേമിലെ അറിയപ്പെട്ട 3 ധനവാന്മാരിൽ ഒരുവനായിരിക്കുന്ന യോസഫിന്റെ തോട്ടവും യോസഫ് തനിക്കായി ഒരുക്കിയ വെട്ടിയ കല്ലറയുമാണ് ഈ കല്ലറ. ആ കല്ലറയിലേക്ക്, ആ തോട്ടത്തിലേക്ക് സാധാരണ ആരും ഓടിക്കേറുന്ന തോട്ടമല്ല. സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. തോട്ടത്തില് ആരും അവിചാരിതമായി അവിടെ കാണത്തില്ല. ആ തോട്ടത്തിലേക്കാണ് ഇരുട്ടുള്ളപ്പോൾ രാവിലെ തന്നെ ഈ സഹോദരിമാർ ഓടിക്കേറുവാൻ ആഗ്രഹിച്ചതെങ്കിൽ ഇന്ന് രാത്രികാലം, ഈ പ്രഭാതത്തില്, ആമേൻ, എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും, ആരും പോകാത്തടത്തേക്ക്, ആർക്കും എത്തപ്പെടാൻ കഴിയാത്തടത്തേക്ക് എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി പോകുവാൻ കഴിയും. ജീസസ്, ഹല്ലേലൂയ. അവിടെ അവര് കടന്നു എന്നത് തമ്മി പറഞ്ഞോണ്ട് പോവുക. ഏലിയാമ്മേ, കുഞ്ഞുഞ്ഞമ്മേ, ആമേൻ, ഏലാമ്മേ, എല്ലാരും പറഞ്ഞോണ്ട് പോന്നെ എന്തുവാ? ആരവിടെ ചെല്ലുമ്പോ ഏത് പാസ്റ്റർ കാണും? അവിടെ ഏത് പാസ്റ്റർ കാണും? പാസ്റ്റർമാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്ന കാലമല്ല. സഹോദരന്മാരെ വല്ലവരെയും വിളിച്ചാലോ? അവർക്കും പുറത്തിറങ്ങാൻ പറ്റുന്ന കാലമല്ല. പിന്നെ എന്തായാലും നമുക്ക് നേരം വെളുക്കുന്നതിന് മുന്നേ അങ്ങ് ഇറങ്ങാം. പ്രൈസ് ദി ലോർഡ്. നേരം വെളുക്കുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങാം. അവർ എക്സിക്യൂട്ടീവ് അങ്ങ് തീരുമാനിച്ചു. ആമേൻ. അവരുടെ തീരുമാനം അവരുടെ റൂമിനകത്ത് നടക്കുമ്പോൾ സ്വർഗം അത് സാക്ഷനാക്കി. പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ സ്വർഗം അത് സാക്ഷനാക്കുകയാ. ആമേൻ. നീ പ്രതീക്ഷിക്കുന്ന പാസ്റ്ററോ, നീ പ്രതീക്ഷിക്കുന്ന സഹോദരനോ ആയിരിക്കുകയില്ല നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്നത്. സർവശക്തൻ തന്റെ ദൂതനെ ഇറക്കും. സ്വർഗം തന്റെ ദൂതനെ ഇറക്കും. ഹല്ലേലൂയ. ആർ നമുക്ക്
കല്ലുരുട്ടി മാറ്റും. ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? അവർ അന്ന് വരെയും കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വരികയാ. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടി, ഒരുങ്ങിയവർക്ക് വേണ്ടി, തീരുമാനിച്ചവർക്ക് വേണ്ടി. ജുബനഗസൽ പ്രഭുഡബലദരബല ഷൈഡബലദരബല രീബലബൗഡബലദരബല ശംഡബര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 ബ. സ്വർഗം ഇറങ്ങി വന്നു, തന്റെ ദൂതനെ ഇറക്കി. അവർ ചെല്ലുമ്പോൾ കാണുന്നത് കല്ലൊക്കെ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു. ദൂതൻ അതിന്റെ മേൽ കയറിയിരിക്കുക. കാരണം ഇനി ആരും തിരിച്ച് ആ കല്ല് ഉരുട്ടരുത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം തുറന്നാൽ പിന്നെ ആരും അത് തിരിച്ചുരുട്ടത്തില്ല. സ്വർഗം ഒരു വഴി തുറന്നാൽ പിന്നെ ആരും അത് അടയ്ക്കത്തില്ല. സ്വർഗം ഒരു വാക്ക് കൽപ്പിച്ചാൽ പിന്നെ ആർക്കും അത് തിരുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സർവശക്തൻ ചില അത്ഭുതത്തിന്റെ വഴികളാ തുറക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവൾ ആമേൻ ഹല്ലേലൂയ. ദൂതൻ ഇരിക്കുന്ന കണ്ട അവൾ ഓടി എവിടേക്കാ കയറിയതാ? കല്ലറയിലേക്ക് കയറി. കാരണം കൊണ്ടുവച്ചപ്പോൾ അവൾ ചെന്ന് കണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുവച്ചപ്പോൾ അവൾ കണ്ടിട്ടാ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിച്ച ആമേൻ, ആരെന്റെ വിഷയത്തിന് മേലെ ആമേൻ ഹല്ലേലൂയ സഹായിക്കും? ആരാണ് എന്റെ മേലെ ആമേൻ ഒരു ആലോചന പറയുന്നത്? ആരാണ് എനിക്കൊരു കൈത്താങ്ങൽ തരുന്നത്? ആരാണ് എന്നെ ഒന്ന് സഹായിക്കുന്നത്? ആരാണ് എന്റെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ഒരു വിരൽ നീട്ടുന്നത്? ആരാണെന്ന് ചോദിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവദാസിയെ, ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരിയെ, നിനക്ക് വേണ്ടി പ്രിയ മാതാവേ, നിനക്ക് വേണ്ടിയാണ് സ്വർഗം ഇന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, ആരെനിക്ക് വേണ്ടി വാതിൽ തുറക്കും? ആരാണ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ആരാണ് എൻ്റെ ഭവനത്തിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ആരെ കൊണ്ട് സാധിക്കും? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആ കല്ലറയില് അന്ന് തൊട്ട് ആളുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയതാ. ആ കല്ലറയിൽ ആളുകളെ കയറിയിറങ്ങാൻ തുടങ്ങിയതാ. ലോകത്തിന്റെ മധ്യസ്ഥാനമായ ആ യെരൂശലേമിലെ ആ കല്ലറയിലേക്ക് ലോകത്തിന്റെ നാലാ ദിക്കുകളിൽ നിന്നു ജനമേമേൻ അതിനകത്തേക്ക് കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാ. എണ്ണിക്കൂടാത്ത പുരുഷാര്, എണ്ണമില്ലാത്ത പുരുഷാര് അതിനകത്തേക്ക് കയറിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവിന്റെ തീരുമാനവും പ്രാർത്ഥനയുടെ മേലും സർവശക്തന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ആമേൻ, അമ്മറി അവിടെ നിന്നും കൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനോട് സംസാരിക്കുന്ന, എനിക്ക് ആ ഭാഗമൊന്നും വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ അതിൽ നിന്നൊക്കെ ഇങ്ങ് പോരുകയാ. സ്തോത്രം. കർത്താവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. നമുക്ക് ആ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം, യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മഗ്ദലക്കാരത്തി മറിയ ആമേൻ വന്നു, താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മഗ്ദലക്കാരത്തി മറിയ, സ്തോത്രം ഹല്ലേലൂയ, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ്, സ്തോത്രം, നമുക്കറിയാം ശിഷ്യന്മാര് അവിടെ വന്നു, അവരും കല്ലറയിൽ കയറി കണ്ടു, കാര്യമൊക്കെ ശരിയാ. പക്ഷേ കർത്താവ് സംസാരിക്കുന്നതും കർത്താവ് ദൂത് കൈമാറുന്നതും ആഹ്വാനം കൊടുക്കുന്നതും മഗ്ദലക്കാരി മറിയോടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മറിയോട് കർത്താവ് പറയുകയാണ്, ആമേൻ, നീ ചെന്ന് പറയുക, നീ പോയി പറയുക, ഗോ സ്പെൽ, ഗോ സ്പെൽ, ഗോസ്പെൽ, ആമേൻ. നീ പോകുക, നീ പറയുക, അതാണ് സുവിശേഷം. ആമേൻ. സുവിശേഷം എന്താണ്? ഗോസ്പെൽ, ഗോ പോകുക, സ്പെൽ പറയുക. ആരോട്? സഹോദരന്മാരോട് എന്ന് പറ, എന്റെ സഹോദരന്മാരോട് എന്ന് പറ, നിന്റെ സഹോദരന്മാരോട് എന്ന് പറ. ആമേൻ. ആ ആഹ്വാനം കൊടുത്തും കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവളെ അയക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് വാൽക്കാലെ സഹോദരിമാരെ, പ്രിയ മാതാക്കളെ, ആമേൻ, വാത്സല്യ സഹോദരിമാരെ, ആമേൻ, സഹോദരന്മാരെ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വാൽക്കാലം നമ്മളോട് പറയുന്നത്, നീ പോയി പറയുക, നീ പോയി പറയുക, നീ സുവിശേഷവുമായി ഓടുക, നീ സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്തേക്ക്, സുവിശേഷം കടന്നു എന്നിട്ടില്ലാത്തടത്തേക്ക് നീ പോയി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ സുവിശേഷക ആരായി മാറി? ആമേൻ, മഗ്ദലക്കാരി മറിയയായി മാറി. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവൾ ഓടുവാൻ തുടങ്ങിയപ്പോൾ അവിടെ കയ്യിൽ സുവിശേഷത്തിന്റെ ദീപം കയ്യിലേന്തിയിരിക്കുക. ഹല്ലേലൂയ. അവൾ ഓടിക്കഴിഞ്ഞ ആ ദീപം അടുത്ത ആളുടെ കയ്യിലോട്ട് കൊടുത്തു. അവൾ അടുത്ത ആളുടെ കയ്യിലോട്ട് കൊടുത്തു. ഓടി ഓടി അത് എന്റെ കയ്യിൽ കൊണ്ട് തന്നു. ആമേൻ. അത് നിങ്ങളുടെ കയ്യിലെത്തി. ആമേൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ആ ദീപം എത്തിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ആളുടെ കയ്യിലേക്ക് കൊടുക്കണം, അടുത്ത വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കണം. ആമേൻ. അത് ഓരോ വ്യക്തികളുടെ കയ്യിൽ എത്തക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് വാൽക്കാല ദൈവ പൈതലേ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഇനി ഈ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ചിന്താ വിഷയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അവളെ സുവിശേഷവുമായി എന്ത് ചെയ്തു? അയച്ചു. അവൾ കർത്താവിന്റെ വേലയ്ക്കായി, സ്തോത്രം, ആമേൻ, കർത്താവിന്റെ സാക്ഷിയായി ലോകം മുഴുവൻ ഓടുവാൻ അവളെ തന്നെ സമർപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയരെ, ഏതാണ് കർത്താവ് ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ, കർത്താവിന് വേണ്ടി പോകുവാൻ, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മൾ ഈ 24-ന്റെ അവസാനത്തിൽ പറഞ്ഞു, ഡിസംബർ 31 പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കർത്താവിന് വേണ്ടി, ഇനി ഒരു വർഷം തരുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സ്തോത്രം. ചിലർ ചില തീരുമാനങ്ങളും കൂടെ ഒക്കെ എടുത്തു കാണും. ഞാൻ ഹോസ്പിറ്റലിൽ പൊക്കോളാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, പരസ്യയോഗം നടത്തിക്കോളാം, വീട് സന്ദർശനം ചെയ്തോളാം, ഞാൻ ഈ മാസം തോറുമുള്ള അല്ലെ ആഴ്ച തോറുമുള്ള സഹോദരി മീറ്റിങ്ങിന് പൊക്കോളാം, കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല എന്നൊക്കെ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണല്ലേ? തീരുമാനം എടുത്താൽ എന്ത് ചെയ്യണം? അത് നിവർത്തിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. തീരുമാനം എടുക്കാതെയും ഇരിക്കരുത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും തീരുമാനമെടുക്കണം. തീരുമാനമെടുത്താലേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഒരു ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീരുമാനമെടുക്കാതെ നമ്മൾ അലസരായി ഭവനങ്ങളിൽ ഒതുങ്ങി കൂടരുത്. ആമേൻ. തീരുമാനങ്ങൾ എടുക്കണം, കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ആമേൻ, ഹല്ലേലൂയ. ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനെയോ ഒരു സുവിശേഷകയോ നിങ്ങളിലൂടെ ആയിരിക്കും പുറത്തു വരേണ്ടത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും. ലോകം അറിയപ്പെടുന്ന ഒരു ഗായകൻ പുറത്തു വരണം, ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ പുറത്തു വരണം, ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷക പുറത്തു വരണം. അത് നിങ്ങളിലൂടെ ആയിരിക്കും സർവശക്തന് പ്രവർത്തിക്കുവാനുള്ളത്.
കൊരിന്തിൽ ചെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഓർത്തു പോവുക ഒരു കാര്യം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ, മിഷനറി യാത്ര ചെയ്തു പോയപ്പോഴാണ് അക്വിലാസിനെയും പ്രിസ്കില്ലയും കണ്ടത്. അവര് പൗലോസ് റോമാലേഖനം 16 അധ്യായം എഴുതിയപ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുത്തവരാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ആരാണെന്നറിയാവോ? പ്രിസ്കില്ല ആയിരിക്കും അക്വിലാസിനേക്കാൾ കൂടുതലായിട്ട്. കാരണം സഹോദരിമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നമ്മൾ സഹോദരിമാരാണല്ലോ. ആ പാസ്റ്റർമാർ അല്ലെങ്കിൽ സഹോദരന്മാർ ഒതുങ്ങി കൂടി ഇരിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ ആൾ ആരാ? ഇവനൊരു സുവിശേഷകനാണോ? ആണെങ്കിൽ അവനെ ഒറ്റിക്കൊടുക്കാനും അവനെ ഇല്ലായ്മ ചെയ്യുവാനും പല തന്ത്രങ്ങളും ഗൂഢാലോചനകളും അവിടെ വന്നു കാണും. അത് പ്രിസ്കില്ലയുടെ ചെവിയിൽ എത്തിക്കാണും. അതുകൊണ്ടായിരിക്കും പൗലോസ് പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തവരവര്. പ്രിയരെ, അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് വലിയ പുസ്തകങ്ങളൊന്നും എഴുതിയില്ലല്ലേ? ആമേൻ. അവർ ചെയ്ത വലിയ വേലകളൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു വേല അവർ ചെയ്തു. ബൈബിളിൽ 14 ലേഖനങ്ങൾ എഴുതിയ, തന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാഞ്ഞ വലിയ മിഷണറിയായി മാറിയ പൗലോസിനെ വാർത്തെടുക്കുവാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേങ്കിൽ നമ്മൾ വലിയ ആളൊന്നും ആയില്ലായിരിക്കാം, പക്ഷെ നമ്മളിലൂടെ ഒരു വലിയ ആള് പുറത്തു വരും. ഒരമ്മച്ചി ഒരു കൊച്ചുമോനോട് ഒരു കഥ പറഞ്ഞു കൊടുത്തതാ. അമ്മച്ചിയുടെ പേരെന്നാ? ലോവീസ്. ഒരു കൊച്ചുമോനോട് ഒരു കൊച്ചു കഥ പറഞ്ഞു കൊടുത്തതാ. അവൻ നല്ല സാക്ഷ്യമുള്ളവനായി മാറി. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ പഠിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നല്ല സാക്ഷ്യമുള്ള ഒരുവനെ. 14, 15, 16 അധ്യായങ്ങളിൽ വ്യക്തമായി അത് എഴുതി വച്ചിരിക്കുന്നു. തീമോത്തിയോസ് എന്ന് പറയുന്നത് സാക്ഷ്യമുള്ള ഒരു നല്ല യൗവനക്കാരനായിരുന്നെന്ന്, ശിഷ്യനായിരുന്നെന്ന്. പൗലോസ് അവനെ കണ്ടെത്തുമ്പോൾ അവനെ അങ്ങനെ വാർത്തെടുത്തത് ഒരമ്മച്ചിയുടെ, ഒരു കൊച്ചു വല്യമ്മച്ചിയുടെ കഥ പറച്ചിലായിരിക്കും. അവനെ അങ്ങനെ രൂപപ്പെടുത്തി എടുത്തത്. കാരണം അവന്റെ പിതാവിൽ നിന്ന് അവന് പഠിക്കുവാൻ ഒന്നുമില്ല. അവന്റെ പിതാവ് ഒരു യവനനായിരിക്കുമ്പോൾ അവനൊന്നും പഠിക്കുവാനില്ലെങ്കിലും അമ്മച്ചിയുടെ കഥ പറച്ചിലും ഒരു വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയും. നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു മക്കളെ നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങൾ അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിൽ ഇത് കാണണം. ഒരു തിമോത്തിയോസിനെ കണ്ടോണ്ട് വേണം ഇവരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ 2 കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ വേറിട്ട് വന്ന് പറഞ്ഞതാണ്. ഞാൻ വായിച്ച വേദഭാഗം, ഹല്ലേലൂയ. ഞാൻ അടുത്ത വേദഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേറ്റ് അവനെ എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്, ഹാഗാർ അബ്രഹാമിന്റെ ഭവനത്തിൽ കുറെ നാളുകൾ ജീവിച്ച വ്യക്തിയാ. അവളുടെ നല്ല യൗവന കാലത്ത് കന്യകയായിരിക്കുമ്പോൾ അവള് സാറായിയുടെ ദാസിയായി ഹാഗാറിന്റെ വീട്ടിൽ വന്നതാ. ആ വീട്ടിൽ അവൾ എത്ര നല്ല സന്തോഷത്തോടെ ജീവിച്ച ഒരു സ്ത്രീ ആയിരുന്നെന്നറിയാവോ? കന്യകയായി വന്ന അവളാ. സ്തോത്രം. അവൾ ആ വീട്ടിൽ താമസിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും അബ്രഹാമിന്റെ മേൽ കണ്ണുവെച്ചിരുന്നില്ല. പക്ഷേ സാറായിയുടെ ഹൃദയത്തിനകത്ത് കയറിയ അതിര് കടന്ന അത്യാഗ്രഹമാണ് ഹാഗാറിന്റെ ജീവിതത്തിലേക്ക് വന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, അബ്രഹാമിനോട് സാറായിയോടും വാഗ്ദത്തം ചെയ്തിരുന്നു. വാഗ്ദത്ത കാലം വരെ നോക്കിയിരിക്കുവാൻ കഴിയാഞ്ഞിട്ടാണ് സാറായി അത്യാഗ്രഹത്തോടെ അബ്രഹാമിനോട് പറഞ്ഞത്, അവൾ എൻ്റെ മടിയിൽ ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ടി പ്രസവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് അത്യാഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സാറായുടെ ട്യൂണൊക്കെ മാറി തുടങ്ങി. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് നടന്നു. എന്തിനാണെന്നറിയാവോ? എന്തിനാണ്? ഈസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാമിന്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് നടന്നു. ആ വിരുന്നിനന്ന് ഒത്തിരി പേർ ആ വീട്ടിൽ വന്നു. ഇവരുടെ ബന്ധുമിത്രാദികൾ എല്ലാരും വന്നു കാണും. അന്നേരെല്ലാം കൊച്ചമ്മയോട് ചോദിച്ചു, എന്തിനാ കൊച്ചമ്മ ഈ പെണ്ണിനെയും ചെറുക്കനെയും ഇവിടെ നിർത്തിയേക്കുന്നത്? പിന്നീടുള്ള ഷെയർ എല്ലാം അവർക്ക് കൊടുക്കേണ്ട വരികയല്ലേ? ഇപ്പോഴേ പറഞ്ഞങ്ങ് വിട്ടേരെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴേ പറഞ്ഞങ്ങ് വിട്ടേരെ, അവരങ്ങ് പോട്ടെ. എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? വിരുന്ന് കഴിഞ്ഞ ഉടനെ കൊച്ചമ്മ എന്ത് ചെയ്തു? യജമാനനെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെയും കൊച്ചിനെയും പുറത്താക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് എന്നാണെന്നറിയാവോ? ദൈവം സംസാരിക്കുന്നതാ. ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, ഈ കാര്യത്തിൽ സാറായി പറഞ്ഞത് നീ ചെയ്തു. കാരണം ദാസിയെയും കുഞ്ഞിനെയും ഞാൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾക്ക് വേണ്ടി സ്വർഗം കരുതുവാൻ തീരുമാനിച്ചതുകൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട അബ്രഹാമേ. സാറായി പറഞ്ഞത് നീ പരിഭ്രമിക്കണ്ട. ദാസിയെയും കുഞ്ഞിനെയും പുറത്താക്കിക്കൂ. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് അവളുടെ ചുമലിൽ വെച്ചു കൊടുത്തു, തോളിൽ വെച്ചു കൊടുത്തു. അത്രയുമേ അബ്രഹാമിന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അത്രയും മാത്രമേ അബ്രഹാമിന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അബ്രഹാമിന് അനവധി സമ്പത്തുണ്ടായിരുന്നു. അബ്രഹാം ആരായിരുന്നു? ഒരു പ്രഭുവായിരുന്നു. അബ്രഹാം സമ്പന്നനായിരുന്നു. ആമേൻ. ഇത്രയും സമ്പത്തുണ്ടായിട്ടും ഇത്രയും ദീർഘവർഷങ്ങൾ ആ വീട്ടിൽ നിന്നിട്ടും ഒന്നും കൊടുത്തല്ല വിട്ടത്. ഒന്നും കൊടുത്തു വിട്ടില്ല. തിന്നാൽ തീരുന്ന അപ്പവും കുടിച്ചാൽ തീരുന്ന വെള്ളവും മാത്രം. അത് മാത്രം. ആമേൻ. പ്രിയരെ, ഓർത്തുകൊള്ളണം, സർവശക്തൻ പറയുകയാണ്, ഞാൻ അവൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അവൾ ആമേൻ ഈ മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ അന്ന് അവൾക്കറിയില്ലായിരുന്നു ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയാണെന്ന്. അവള് സാറായിയെ പേടിച്ച് മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സമയത്ത് സ്വർഗത്തിലെ ദൈവം ആ മരുഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് അവളെ വിളിച്ച ഒരു വിളിയുണ്ട്. സാറായിയുടെ ദാസിയായ ഹാഗാറേ. ഹോ, സർവശക്തന്റെ വിളി കണ്ടോ? നീ എവിടെ നിന്ന് വരുന്നുവെന്നും
എവിടേക്ക് പോകുന്നുവെന്നും എന്താണെന്നും കർത്താവിന് അറിഞ്ഞിട്ടും കർത്താവ് ഹാഗാറിനോട് ചോദിക്കുക, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? സ്തോത്രം. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോ ഞടുങ്ങിപ്പോയി. കർത്താവിന് അറിയാമല്ലോ ഇതെല്ലാം. സ്തോത്രം. എന്നിട്ടും കർത്താവ് ചോദിക്കോ, നീ എവിടെ നിന്ന് വരുന്നു? കർത്താവിന്റെ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ട്. എന്താണ്? സാറായുടെ ദാസിയായ ഹാഗാർ എന്നല്ലേ വിളിച്ചേ? അപ്പോൾ അവൾ എവിടെ നിന്ന് വരുന്നു എന്ന് ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. പക്ഷേ കർത്താവ് ചോദിച്ചേ അതല്ല. നിന്റെ ഈ ഇറങ്ങി വരവ് എനിക്ക് മനസ്സിലായി. എന്താണ് നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താ ഈ വരവിന്റെ? അവൾ പറയുമ്പോൾ കർത്താവ് അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ മടങ്ങി ആ വീട്ടിലേക്ക് പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കുക. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് അതുമല്ല. നമ്മുടെ മലയാളം ബൈബിളില കീഴടങ്ങിയിരിക്കാൻ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. അവിടെ കൈകൾക്ക് കീഴടങ്ങിയിരിക്കാനാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാലോ, സദൃശവാക്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സാമർത്ഥ്യമുള്ള സ്ത്രീ ആമേൻ വേലക്കാർക്ക് ഓഹരി കൊടുക്കുന്നു. അപ്പൊ അവിടെ കയ്യിൽ എന്തുണ്ട്? വേലക്കാർക്കുള്ള ഓഹരിയുണ്ട്. സർവശക്തൻ അവളോട് പറയുകയാണ്, ഹാഗാറിനോട് പറയുകയാണ്, നീ പോയി കീഴടങ്ങിയിരിക്കേ. വെറുതെയല്ല, നിന്റെ യജമാനത്തിയുടെ കൈക്ക് കീഴടങ്ങിയിരിക്കേ. അവള് വല്ലതും തന്നാൽ നീ വാങ്ങിച്ചു കൊള്ളണം. അവള് നിനക്ക് വേണ്ടി വല്ലതും നീട്ടിയാൽ നീ അത് വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവം അവളോട് പറഞ്ഞായിരുന്നു, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്റെ തലമുറനെ ഞാൻ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ഹാഗാറാണ് ഇപ്പോൾ കുഞ്ഞുമായിട്ട് ആമേൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങുന്നതിന് മുൻപേ അബ്രഹാം പറഞ്ഞത്, ആമേൻ, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഈ ഹാഗാറിനെ പറഞ്ഞയച്ചു. എവിടേക്കാ? നിന്റെ പിതൃദേശത്തേക്ക് പൊക്കോ, മിസ്രൈമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഹാഗാർ പോയത് മിസ്രൈമിലേക്കല്ല. മിസ്രൈമിലേക്ക് പോകാൻ ആ ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും മതി. അത്രയും കൊണ്ട് അവർ മിസ്രൈമിലെത്തും. നമുക്കറിയാലോ വണ്ടിക്കൂലി. സ്തോത്രം. ഞങ്ങൾക്ക് കുണ്ട്രയിൽ നിന്ന് ഇവിടെ വരാൻ എത്ര രൂപ വണ്ടിക്കൂലി വേണമെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ അന്നത്തെ വാഹനയാത്ര അല്ലെങ്കിൽ കഴുതപ്പുറത്ത് പോകുന്നതിന് അവർക്ക് വേണ്ട മരുഭൂമിയിലെ യാത്രയ്ക്ക് വേണ്ടത് അപ്പവും വെള്ളവും ആവശ്യമായത് അബ്രഹാം എന്ത് ചെയ്തു? കൊടുത്തു വിട്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ, അതിലും അവൾ അടങ്ങിയില്ല. ഹാഗാർ മരുഭൂമിയിൽ ചെന്ന് പണ്ടെന്നോട് സംസാരിച്ച, എന്റെ കുഞ്ഞന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ എന്നോട് സംസാരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കാണുവാൻ, ആ ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തിന്റെ ശബ്ദം ഒന്നും കൂടെ കേൾക്കുവാൻ അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞതാ. എന്റെ തലമുറ ആമേൻ ഭൂമിയിൽ വരുന്നതിന് മുൻപേ ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഹാഗാറേ, നിന്റെ തലമുറയെ ഞാൻ വലിയവനാക്കും. അവൻ ഈ മരുഭൂമിയിൽ വലിയവനായി തീരും. സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്ക് കേട്ട ഹാഗാർ അവിടെ മരുഭൂമിയിലെല്ലാം തിരയുകയാ. അലഞ്ഞു തെരഞ്ഞു നടക്കുക ദൈവത്തിന്റെ ദൂതനെ. ദിവസങ്ങൾ പോയത് ഹാഗാർ അറിഞ്ഞില്ല. അപ്പവും തീർന്നു, വെള്ളവും തീർന്നു. എന്നിട്ടും ദൈവത്തെ കണ്ടുമുട്ടിയില്ല. ഹാഗാർ തീരുമാനിച്ചില്ല, ഇനി അങ്ങ് മിസ്രൈമിലേക്ക് പോകാം. അപ്പന്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പം വെള്ളവും ഒക്കെ കഴിച്ച് ബലപ്പെട്ടിട്ട് ഒന്ന് തിരിച്ച് മരുഭൂമിയിൽ വരാമെന്ന് അവള് വിചാരിച്ചില്ല. കാരണം മിസ്രൈമിൽ ചെന്നാൽ പിന്നെ അവളെ വിടത്തില്ല അവര്. ആമേൻ. അതുകൊണ്ട് അവൾ ആ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുകയാ. എന്നോട് അന്ന് സംസാരിച്ച ദൈവം എവിടെ? ആ ദൈവം എവിടെ? ആ ദൈവത്തിന്റെ ശബ്ദം എവിടെ? ആ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ? ആ ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ? ദൈവമൈതലേ, ഒരിക്കൽ നിന്നോട് സംസാരിച്ച ദൈവം, ഒരിക്കൽ ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടിട്ടുണ്ട്.
അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ദൈവത്തിന്റെ അരുളപ്പാട് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്വർഗീയ സ്വപ്നം നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അരുളപ്പാടുകൾ നിനക്കായി കർത്താവ് നീട്ടിയിട്ടുണ്ടെങ്കിൽ, സർവശക്തന്റെ പ്രവൃത്തി അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വെളിപ്പെട്ടു വരികയാ. 2025 പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഓ നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, നിന്റെ തലമുറയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, ആമേൻ, നിന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിവർത്തിയാകാൻ പോവുകയാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നിവർത്തിയാകും. ഹല്ലേലൂയ. കർത്താവിന് ഇങ്ങനെ വെറുതെ മരുഭൂമിയിൽ കൂടെ പോകുന്ന ഒരു ഹാഗാറിനെ വിളിച്ചിട്ട്, നിന്റെ കുഞ്ഞിനെ ഞാൻ ഈ മരുഭൂമി വലിയവനാക്കുമെന്നൊന്നും പറയാനൊന്നും വലിയ ഹല്ലേലൂയ, കർത്താവിനെ അത് വെറുതെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, ഒരാവശ്യവുമില്ല. ഇപ്പൊ അവളെ പ്രസാദിപ്പിച്ചിട്ട് കർത്താവിന് എന്തോ നേടാനാ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണും. നിന്റെ തലയെ കൈവച്ചിട്ട് നിന്നോടൊരു ദൂത് പറഞ്ഞിട്ട് കർത്താവിനൊന്നും നേടാനില്ല. ആമേൻ. നിന്നെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യം എന്റെ ദൈവത്തിനില്ല. കർത്താവ് വാക്കു പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവ് വാക്കു പറഞ്ഞാൽ ഉവ്വേ ഉവ്വെന്ന് മാത്രമാണ്. കർത്താവ് അതിൽ നിന്ന് മാറുകയില്ല. കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും, അതങ്ങനെ തന്നെ നിറവേറുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൾ ആ മരുഭൂമിയിൽ അലഞ്ഞ് ദിവസങ്ങൾ കടന്നുപോയി ദൈവമക്കളെയും. അവസാനം അവൾക്ക് വെള്ളവുമില്ല, അപ്പവുമില്ല, ദൈവത്തെയും കാണുന്നില്ല. അവളുടെ കുഞ്ഞ് മരണത്തോടടുത്തു. അവൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൾ അവളുടെ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ മാറിയിരുന്നവളും കരയുകയാ. മരുഭൂമിയിൽ കരയുന്ന ബാലന്റെ നിലവിളി ഒരു സൈഡിൽ, ഒരു പക്ഷേങ്കിൽ ആ കരച്ചിൽ ഞരക്കവായി മാത്രം അവശേഷിച്ച് കാണും. കുഞ്ഞ് ഞരങ്ങി കുഞ്ഞിന്റെ ശബ്ദം നിലയ്ക്കാറായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൾ മാറിയിരുന്നത്. എൻ്റെ കുഞ്ഞിന്റെ ശബ്ദം നിലയ്ക്കുന്നത് എനിക്ക് കാണണ്ട, എനിക്കത് കാണുവാനുള്ള കരുത്തില്ല കർത്താവേ. അവൾ മാറിയിരിക്കുക. എന്നിട്ട് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യം അതേ ഉള്ളൂ, ഈ കുഞ്ഞന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ എന്നോട് സംസാരിച്ച ദൈവം എവിടെ? ആ ദൈവം എവിടെ? വർഷങ്ങൾ കഴിഞ്ഞാലും നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, ഓ നിന്നെ തേടി വരുന്ന ദൈവ സാന്നിധ്യം, ആ ദൈവിക കരസ്പർശനം ഇന്ന് പൽക്കാലം തന്നെ ദാസിമാരുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുന്ന ദൈവം എത്ര വർഷം കഴിഞ്ഞാലും ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ആമേൻ. നിന്റെ കാത്തിരിപ്പിന് മറുപടിയുണ്ട്. സ്വർഗമിറങ്ങി വരുന്ന ദൈവമാ. ആരുമില്ലാത്ത മരുഭൂമിയിലായിരുന്നാലും, സഹായിപ്പാൻ മറ്റാരുമില്ലെങ്കിലും കർത്താവ് അവിടെ ഇറങ്ങി വരും. നിന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോകാൻ സ്വർഗം അനുവദിക്കുകയില്ല.
എന്റെ കുഞ്ഞിന്റെ തകർച്ച എനിക്ക് കാണാൻ പറ്റത്തില്ല കർത്താവേ. എന്റെ കുഞ്ഞിന്റെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണം കർത്താവേ. ആകാത്ത കൂട്ടുകെട്ടിൽ നിന്ന് മടക്കി കൊണ്ടുവരണം കർത്താവേ. നിലവിളിക്കുന്ന മാതാവേ, നിലവിളിക്കുന്ന മാതാവേ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന പ്രിയ മാതാവേ, സർവശക്തൻ ഇറങ്ങി വരും. നിന്റെ തലമുറയുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ദൈവിക സാന്നിധ്യം ഇറങ്ങി വരും. എല്ലാവരും കൈവിട്ടാലും, എല്ലാവരും തള്ളിക്കളഞ്ഞാലും, തള്ളിക്കളയാത്ത ഒരു സ്വർഗമുണ്ട്. അബ്രഹാം തള്ളിക്കളഞ്ഞാലും, അപ്പൻ തള്ളിക്കളഞ്ഞാലും, പിതാവ് തള്ളിക്കളഞ്ഞാലും, ജഡരക്തങ്ങൾ, മാംസരക്തങ്ങൾ തള്ളിക്കളഞ്ഞാലും, യെസ്, തള്ളിക്കളയാത്ത കർത്താവ്, തള്ളിക്കളയാത്ത കർത്താവ്, ഇറങ്ങി വരുന്ന കർത്താവ്, സഹായിക്കുന്ന കർത്താവ്. പൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ കണ്ണുനീരിന് മറുപടിയായി, നിന്റെ കാത്തിരിപ്പിന് മറുപടിയായി സർവശക്തൻ ഇറങ്ങി വരികയാ. അവൻ എവിടെയായിക്കൊള്ളട്ടെ, കുറുങ്കാട്ടിലായിക്കൊള്ളട്ടെ, മരുഭൂമിയിലായിക്കൊള്ളട്ടെ, ഒറ്റപ്പെട്ട മേഖലയിലായിക്കൊള്ളട്ടെ, ഏകാന്തതയിലായിക്കൊള്ളട്ടെ, തടവറകളിലായിക്കൊള്ളട്ടെ, സർവശക്തൻ തേടി വരും. സർവശക്തൻ തേടി വരും. സർവശക്തൻ ഇറങ്ങി വരുന്ന ദൈവമാ. ഓ റിബല ഹന്ദല ബൗഡ ബലദര ബല ഷൈദ ബര 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 ബര. ഹല്ലേലൂയ. കർത്താവ് അവളുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് കുഞ്ഞിന്റെ അരിക്കലല്ല ഇറങ്ങി ചെന്നത്, കർത്താവ് അവിടെ അരികെ ഇറങ്ങി വന്നു. അവളോട് പറഞ്ഞു, നീ നിന്റെ തലമുറയിൽ നശിച്ചു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. കർത്താവ് അവളുടെ കണ്ണു തുറന്നു. അവള് കണ്ടു നീരുറവ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, നമുക്കറിയാം കർത്താവ് ഹാഗാറിന് വേണ്ടി, ഇസ്മായേലിന് വേണ്ടി മരുഭൂമിയിൽ ആ നീരുറവ തുറന്നു കൊടുത്തട്ട ജനലക്ഷങ്ങൾ കുടിച്ചിട്ടും ഇന്നുവരെ ആ വെള്ളം കേടായിട്ടുമില്ല, തീർന്നിട്ടുമില്ല, നിന്നു പോയിട്ടുമില്ല. ആമേൻ. നമ്മുടെ ഇവിടുത്തെ ഇറിഗേഷൻ പദ്ധതി പോലെ അല്ല സ്വർഗത്തിന്റെ ഇറിഗേഷൻ പദ്ധതി. നമ്മുടെ പദ്ധതിയൊക്കെ പലതും പൊളിഞ്ഞു പോയതാ. പല പദ്ധതികൾ തുടങ്ങി, അതെല്ലാം പൊളിഞ്ഞു പോയി. നമ്മുടെ ഗവൺമെന്റിന് പലതും സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇറിഗേഷൻ പദ്ധതി, ഓ ദൈവം തുടങ്ങിയത്, ദൈവം പ്ലാൻ ചെയ്തത്, ദൈവം തുറന്നത്, ഓ രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, എത്ര പ്രകൃതി ദുരന്തങ്ങൾ വന്നു. മരുഭൂമിയിൽ ആഞ്ഞടിക്കുന്ന എത്ര കൊടുങ്കാറ്റുകൾ വന്നു, എത്ര വരൾച്ചകൾ വന്നു, എത്ര ആമേൻ ഹല്ലേലൂയ വനത്തിലെ എത്ര തീ വന്നു. ഇതിനൊന്നിനും ഇന്ന് വരെയും ആ വെള്ളത്തെ കേടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ അതിനെ ആർക്കും, ഒരു ശക്തിക്കും ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദൈവം തുറന്നാൽ, ബ്രദറെ, ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. സ്വർഗമാണോ തുറന്നത്? ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. സ്വർഗം വാക്ക് കൽപ്പിച്ചാൽ, കർത്താവ് തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല.
ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുക. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ 2025 കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരാധിച്ചാട്ടെ, ഏറ്റെടുത്താട്ടെ, ഏറ്റെടുത്താട്ടെ. സ്വർഗം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴി തുറന്നിരിക്കുക. സ്വർഗം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഹാഗാറിന് വേണ്ടി തുറന്ന് ആ നീരുറവ കാണാൻ എൻ്റെ ചർച്ചിലെ ഒരു സഹോദരൻ പോയിട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞു, ആൻറ്റി, നമ്മൾ കാണുന്നത് പോലെ കിണറൊന്നുമല്ല, ഓരോ കുമളകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന വെള്ളം, അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. സർവശക്തൻ അന്ന് തുറന്നതേ, ആമേൻ. 6000 വർഷം കഴിഞ്ഞിട്ടും സർവശക്തൻ തുറന്നത് ആർക്കും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2000 വർഷം കഴിഞ്ഞിട്ടും മറ്റലക്കാരി മറിയയ്ക്ക് വേണ്ടി ദൈവം തുറന്ന വാതിൽ ഇതുവരെ ആർക്കും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സഹോദരിമാരെ, ആമേ, സർവശക്തൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്ന വാതിൽ, സ്വർഗം തുറന്നിരിക്കുന്ന വാതിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. സർവശക്തൻ തുറന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. തുറന്നിടുമേ വാതിൽ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ദൈവമാ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ദീപശുകയുമായി നമുക്ക് ഓടാം. ഇത് വേറൊരാടെ കയ്യിൽ ഏൽപ്പിക്കണം, വേറൊരാടെ കയ്യിൽ ഏൽപ്പിക്കണം. പോയി പറയാം, ഗോ ആൻഡ് സ്പെൽ ഗോസ്പെൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരാം. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.